بسم الله الرحمن الرحيم. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത മദ്രസ പൊതുപരീക്ഷാ വിദ്യാർത്ഥികൾക്കായുള്ള മോഡൽ ചോദ്യപേപ്പർ വിശകലന വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഉണ്ടാവണം. വീഡിയോ ഉപകാരമുള്ളതാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷ എളുപ്പമാവാനും അതേപോലെ തന്നെ ചോദ്യങ്ങളുടെ രീതിയും ഘടനയൊക്കെ മനസ്സിലാകാനും നല്ല മാർക്ക് നേടി വിജയിക്കാനും ഉതകുന്ന രീതിയിൽ നമ്മൾ സാധാരണ പഴയ കാലങ്ങളിലുള്ള ചോദ്യപേപ്പറുകളൊക്കെ വിശകലനം ചെയ്ത് പഠിക്കാറുണ്ട്. അത്തരത്തിൽ നമ്മുടെ ചാനലിലും നിരവധി വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോകളൊക്കെ നിങ്ങളുടെ ഉന്നത വിജയത്തിന് ഒരു മുതൽക്കൂട്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നാഥൻ തുണക്കട്ടെ, ആമീൻ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ അഖീദ എന്ന വിഷയത്തിന്റെ പാർട്ട് 2 ചോദ്യോത്തരങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൻ്റെ പാർട്ട് 1 ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവർ ആദ്യം പാർട്ട് 1 പോയി കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി 4ാമത്തെ ആക്ടിവിറ്റി പൂർത്തിയാക്കാം. ഇവിടെ 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, മൻ സന്ന ഫിൽ ഇസ്ലാമി ഡാഷ് ഹസനത്തൻ ഫലഹു ഡാഷ് വ അജുറു മൻ ഡാഷ് ബിഹാന്ന് അവസാനമുണ്ട്. അതിൻ്റെ ഉത്തരം നമുക്ക് കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 33 പാഠം 11 അൽ ബിദഅത്തു എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ 33 3ാമത്തെ പാരഗ്രാഫ് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നോക്കൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ആ ഹദീസ്. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. പിന്നെ മിൻ ബഅദിഹി മിൻ ഗൈരിൻ അൻ യൻഖുസ മിൻ ഉജൂരിഹിം ഷൈഉൻ എന്നും കൂടി കുറച്ചും കൂടി ഉണ്ട്. ഇവിടെ മൻ അമില ബിഹാ എന്നിവരെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളെങ്ങനെ അതിൻ്റെ ഉത്തരം എഴുതുക? മൻ സന്ന ഫിൽ ഇസ്ലാമി കഴിഞ്ഞിട്ട് സുന്നത്തൻ എന്ന് ചേർത്ത് കൊടുക്കുക. ഹസനത്തൻ ഫലഹു കഴിഞ്ഞിട്ട് അജുറുഹ എന്ന് ചേർത്ത് കൊടുക്കുക. വ അജുറു മൻ കഴിഞ്ഞിട്ട് അമില എന്ന് ചേർത്ത് കൊടുക്കുക. മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജുറുഹ വ അജുറു മൻ അമില ബിഹാ. ഹദീസുകൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഏത് ചിലപ്പം പൂരിപ്പിക്കാൻ തന്നെ വന്നോളണമെന്നില്ല, ചിലപ്പോൾ അർത്ഥം എഴുതാൻ ഇക്കാരം വരിക. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ അർത്ഥം പറയുന്നുണ്ട്, അതും പഠിച്ചു വെക്കുക. എന്താണ് അർത്ഥം? ഇസ്ലാമിൽ ഒരു നല്ല കാര്യം ആരെങ്കിലും നടപ്പാക്കിയാൽ അവന് അതിൻ്റെ പ്രതിഫലമുണ്ട് എന്നാണ് ഇതുവരെയുള്ളതിൻ്റെ അർത്ഥം. ഇനി ഇവിടെ 2ാമത്തെ ചോദ്യം, ഖുൽ ലാ ഡാഷ് മൗഫി വൽ അർളി ഡാഷ് ഇല്ലല്ലാഹ്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 23 പാഠം 8 ഇൽമുൽ ഗൈബി എന്നുള്ള പാഠത്തിൽ ആദ്യത്തെ പാരഗ്രാഫിൽ തന്നെ ഉത്തരം പറയുന്നുണ്ട്. ആദ്യം പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് ഗൈബ് എന്നുള്ളതാണ്, പഠിച്ചു വെക്കണം. സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ഇനി ബാക്കി പറയുന്നതൊക്കെ ശ്രദ്ധിക്കും. അള്ളാഹു അല്ലാതെ മറ്റാരും ഗൈബ് അറിയുകയില്ല, അള്ളാഹു പറയുന്നു. അത് കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ചോദ്യത്തിൽ വന്നിട്ടുള്ളത്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. അപ്പോൾ നമ്മളങ്ങനെ ചേർത്ത് കൊടുക്കണം. ഖുൽ ലാ കഴിഞ്ഞിട്ട് യഅലമു ചേർത്ത് കൊടുക്കണം. മൻഫി കഴിഞ്ഞിട്ട് സമാവാത്തി ചേർത്ത് കൊടുക്കണം. വൽ അർളി കഴിഞ്ഞിട്ട് അൽ ഗൈബ ചേർത്ത് കൊടുക്കണം. ഇല്ലല്ലാഹ് എന്നവിടെ ഉണ്ട്. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏത് കോലത്തിലാണ് ചോദ്യം വരിക എന്ന് പറയാൻ സാധിക്കൂല. അപ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എന്താണ് അതിൻ്റെ അർത്ഥം? നബിയെ തങ്ങൾ പറയുക, ആകാശഭൂമികളിലുള്ള ഗൈബിനെ, മറഞ്ഞ കാര്യത്തെ അള്ളാഹു അല്ലാതെ അറിയുകയില്ല. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഓരോ വിഷയങ്ങളിലുള്ള ആയത്തുകൾ, ഹദീസുകൾ, അതിൻ്റെ അർത്ഥങ്ങളൊക്കെ അടങ്ങിയ ഒരു വീഡിയോ ഇൻഷാ അല്ലാഹ് ചെയ്യുന്നുണ്ട്. ഓരോ വിഷയങ്ങൾക്കും ഓരോ വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടാൽ അർത്ഥങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാനും പഠിക്കാനും വേണ്ടി സാധിക്കും. അങ്ങനെയൊക്കെ ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1ാമത്തത്, മൻ സന്ന ഫിൽ ഇസ്ലാമി സുന്നത്തൻ ഹസനത്തൻ ഫലഹു അജ്റുഹാ വ അജ്റു മൻ അമില ബിഹാ. 2ാമത്തത്, ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. ഇനി 5ാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ എഴുതാം. ഇവിടെ 3 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങൾ ഒറ്റ വാക്കിലാണ് എഴുതേണ്ടത്.
എന്താ ഒന്നാമത്തെ ചോദ്യം? തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്വാലിഹീൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ. ആ പ്രവാചകൻ്റെ പേരാണ് എഴുതി കൊടുക്കേണ്ടത്. പേജ് നമ്പർ 38, പാഠം 13 അരിദ്ദത്തു എന്നുള്ള പാഠത്തിൽ രണ്ടാമത്തെ പാരഗ്രാഫിൻ്റെ അവസാന വരിയിലുണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്നത് കാണുക. തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്വാലിഹീൻ. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താണ്? യൂസുഫ് അലൈഹിസ്സലാം എന്നാണ് അവിടെ എഴുതേണ്ടത്. അതിൻ്റെ കൂടെ തന്നെ ആ പ്രാർത്ഥനൻ്റെ അർത്ഥം പഠിച്ചേക്കുന്നത് നല്ലതാണ്. എന്താണ്? എന്നെ മുസ്ലിമായി മരിപ്പിക്കുകയും സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും അല്ലെങ്കിൽ സ്വാലിഹീങ്ങളിൽ ചേർക്കുകയും ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതും കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യം, പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്തിനെക്കുറിച്ചാണ് നബി അങ്ങനെ പറഞ്ഞതെന്നാണ് അതിൻ്റെ ഉത്തരം. പേജ് നമ്പർ 35, 12ാമത്തെ പാഠം അൽ യൗമുൽ ആഖിറു എന്നുള്ള പാഠത്തിൽ ആദ്യത്തെ 2 വരികൾ തന്നെ അതിൻ്റെ ഉത്തരമുണ്ട്. ഇഹലോകം പരലോകം എന്നിങ്ങനെ 2 ലോകമുണ്ട്. ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉത്തരം ഏതാണ്? ഇഹലോകം എന്നെഴുതാം, അല്ലെങ്കിൽ ദുന്യാവ് എന്നെഴുതാം. അപ്പോൾ എൻ്റെ കൂടെ തന്നെ എൻ്റെ ശേഷം പറയാൻ നോക്കൂ. ഇത് പറഞ്ഞ ഈ ആശയം ഉൾക്കൊള്ളുന്ന ഹദീസ് അവിടെ അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ. അദ്ദുന്യ മസ്റഅത്തുൽ ആഖിറ, ഇഹലോകം പരലോകത്തേക്കുള്ള കൃഷിയിടമാണ് എന്നർത്ഥം വരും. അപ്പോൾ അങ്ങനെയും കൂടി പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. മൂന്നാമത്തെ ചോദ്യം, മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. എന്താ അതിൻ്റെ ഉത്തരം? പേജ് നമ്പർ 30 അഥവാ പാഠം 10 അതിൻ്റെ അവസാന ഭാഗത്തതാ ഖുർആൻ പറയുന്നു, ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ. അതിൻ്റെ അർത്ഥം നോക്കൂ താഴെ, അവിടെയാണ് നമ്മൾ ഉത്തരം വരുന്നത്. നിശ്ചയം പിശാജ് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അപ്പോൾ ഇവിടെ ഉത്തരം പിശാജ് എന്നാണ് എഴുതേണ്ടത്. പിശാജ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് ഉൾക്കൊള്ളുന്ന ആ ആയത്തും പഠിച്ചു വെക്കാനും അതിൻ്റെ അർത്ഥം പഠിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക. ഇന്ന ശൈത്വാന ലിൽ ഇൻസാനി അദുവ്വും മുബീൻ എന്നും കൂടി പഠിക്കുക. അതിൻ്റെ അർത്ഥമാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. നിശ്ചയം പിശാജ് മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? തവഫനി മുസ്ലിമൻ വ അൽഹിഖ്നി ബിസ്വാലിഹീൻ എന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ. ഉത്തരം യൂസുഫ് അലൈഹിസ്സലാം. 2, പരലോകത്തേക്കുള്ള കൃഷിയിടമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉത്തരം ദുന്യാവ് അല്ലെങ്കിൽ ഇഹലോകം എന്ന് എഴുതി വെക്കാം. 3, മനുഷ്യൻ്റെ വ്യക്തമായ ശത്രുവാണ്. അതിൻ്റെ ഉത്തരം പിശാജ്. ഇനി 6ാമത്തെ ആക്ടിവിറ്റി വ്യക്തമാക്കാം. 4 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ ഉത്തരങ്ങളൊക്കെ വ്യക്തമായി എഴുതി കൊടുക്കണം. ഒന്നാമത്തെ ചോദ്യം, ബിദ്അത്തുൻ ളലാല. ബിദ്അത്തുൻ ളലാല എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് എഴുതി കൊടുക്കേണ്ടത്. പേജ് നമ്പർ 33 11ാമത്തെ പാഠം അൽ ബിദ്അത്തു എന്നുള്ള പാഠത്തിൽ അതിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷം ഉണ്ടായ എല്ലാ കാര്യങ്ങൾക്കും ഭാഷാർത്ഥ പ്രകാരം ബിദ്അത്ത് എന്ന് പറയും. അപ്പോൾ അവിടെ തന്നെ ഒരു ചോദ്യമുണ്ട്, ബിദ്അത്ത് എന്ന് പറയും, ഭാഷാർത്ഥ പ്രകാരം ബിദ്അത്ത് എന്ന് പറയും. എന്തിനു ചോദിച്ചാൽ ഇതാണ് ആൻസർ ചെയ്തേണ്ടത്. എന്നിട്ട് അവിടെ പറയുന്നു, അതനുസരിച്ച് ബിദ്അത്ത് 2 വിധമുണ്ട്. ബിദ്അത്തുൻ ഹസന, ബിദ്അത്തുൻ ളലാല. ഇനി പറയുന്നതാണ് നമ്മുടെ ഉത്തരം. എന്താണ് ചോദ്യം? ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തുൻ ളലാലത്താണ്. അപ്പോൾ ബിദ്അത്തുൻ ളലാലത്ത് എന്ന് പറഞ്ഞാൽ ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തുൻ ളലാലത്താണ്. അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ. അങ്ങനെ എഴുതിയാൽ മതി. 2ാമത്തെ ചോദ്യം, ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഗൈബിയായ കാര്യം. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഗൈബിയായ കാര്യം എന്താണെന്നാണ് എഴുതി കൊടുക്കേണ്ടത്. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 23 8ാമത്തെ പാഠം ഇൽമുൽ ഗൈബ് എന്നുള്ള പാഠത്തിൽ 3ാമത്തെ പാരഗ്രാഫിൽ അത് പറയുന്നു. ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മൾ ഉത്തരം. നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഇങ്ങനെ എഴുതാം, നിങ്ങൾ ഭക്ഷിച്ചത് എന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചത് എന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് അതിൻ്റെ ആൻസർ. 3ാമത്തെ ചോദ്യം, അസ്ഹാബുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുടെ സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ് ഉത്തരം. പേജ് നമ്പർ 15 5ാമത്തെ പാഠം അസ്ഹാബുൻ നബി എന്നുള്ള പാഠത്തിൽ ആദ്യം പറയുന്നത് തന്നെ സ്വഹാബി എന്ന് പറഞ്ഞാൽ ആരാണ് എന്നാണ്. എന്താണ് അതിൻ്റെ ആൻസർ? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർക്കാണ് സ്വഹാബികൾ എന്ന് പറയുന്നത്.
അപ്പോൾ അതിൻ്റെ ഉത്തരം എങ്ങനെ വരിക? മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർ എന്നെഴുതിയാലും മതി. ഇനി 4ാമത്തെ ചോദ്യം ഔലിയാക്കൾ. ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് വ്യക്തമാക്കി കൊടുക്കാനാണ്. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 12 4ാമത്തെ പാഠം അൽ കറാമത്തു എന്നുള്ള പാഠത്തിൽ ആദ്യ ഭാഗത്തിന് അതിൻ്റെ ഉത്തരം പറയുന്നുണ്ട്. പലപ്പോഴും പല കുട്ടികളും ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ മഹാത്മാക്കൾ എന്ന് എഴുതിയേക്കും. അപ്പോൾ അതല്ല, വ്യക്തമാക്കാമെന്ന് പറഞ്ഞാൽ അതല്ല എഴുതേണ്ടത്. വ്യക്തമാക്കാമെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതാ എഴുതേണ്ടത്? 2ാമത്തെ വരിയിലതാ അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവരാണ് ഔലിയാക്കൾ എന്നവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഇതാ അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ചെയ്യുന്നവർ എന്നെഴുതിയാലും മതി. ഉത്തരം ഒന്നും കൂടി നമുക്ക് വായിക്കാം. 1 ബിദ്അത്തുൻ ളലാല. എന്താണ് അതിൻ്റെ ഉത്തരം? ഖുർആൻ, ഹദീസ്, ഇജ്മാ, സ്വഹാബത്തിൻ്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ. 2 ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞ ഗൈബിയായ കാര്യം. അതിൻ്റെ ഉത്തരം നിങ്ങൾ ഭക്ഷിച്ചതെന്താണെന്നും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിച്ചു വെച്ചതെന്താണെന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. 3ാമത്തെ ചോദ്യം അസ്ഹാബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ ഉത്തരം മുഅ്മിനായ നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അല്പമെങ്കിലും താമസിക്കുകയും മുഅ്മിനായി തന്നെ മരിക്കുകയും ചെയ്തവർ. 4ാമത്തെ ചോദ്യം ഔലിയാക്കൾ. അതിൻ്റെ ഉത്തരം അള്ളാഹുവിനെ സാധ്യമാകും വിധം മനസ്സിലാക്കുകയും സൽക്കർമ്മങ്ങളിൽ മുഴുകുകയും തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യുന്നവർ. ഇനി 7ാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം. 2 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. 1ാമത്തത് ഇന്ന ശിർക ലളുൽമുൻ അളീം. ഇന്ന ശിർക ലളുൽമുൻ അളീം. എന്താണ് അതിൻ്റെ ആശയം? അർത്ഥം. ആശയം എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതാണ്. പേജ് നമ്പർ 7 അഥവാ അഷിർക്കു എന്നുള്ള പാഠത്തിൽ പേജ് നമ്പർ 7 ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്. ആദ്യ ഭാഗത്ത് 3ാമത്തെ വരിയിൽ പറയുന്നു അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ഖുർആൻ പറയുന്നു ഇന്ന ഷിർക ലളുൽമുൻ അളീം. അപ്പോൾ അതിൻ്റെ അർത്ഥം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. അതാണ് അവിടെ എഴുതേണ്ടത്. 2ാമത്തെ ചോദ്യം വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. എന്താണ് അതിൻ്റെ അർത്ഥം? വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 3 1ാമത്തെ പാഠത്തിൽ പേജ് നമ്പർ 3 2ാമത്തെ പാരഗ്രാഫിൽ 2ാമത്തെ വരിയിലതാ വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ ബ്രാക്കറ്റിൽ അതിൻ്റെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അർത്ഥം എഴുതാം. ഉത്തരങ്ങളൊന്നും കൂടി പറയാം. 1 ഇന്ന ശിർക ലളുൽമുൻ അളീം. അതിൻ്റെ അർത്ഥം അതിഗുരുതരമായ അതിക്രമമാണ് ഷിർക്ക്. 2 വക്കുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. അതിൻ്റെ അർത്ഥം എല്ലാ ഗോളങ്ങളും അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 8ാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം. 3 ചോദ്യങ്ങളുണ്ട്. 1ാമത്തെ ചോദ്യം മുർത്തദ് മുസ്ലിമാവാൻ എന്ത് ചെയ്യണം? അഥവാ ഇസ്ലാമെന്ന് പുറത്തു പോയ ആളാണല്ലോ മുർത്തദ്. അപ്പോൾ മുർത്തദ് മുസ്ലിമാവാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ്. എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 39 അവസാനത്തെ 2 പാരഗ്രാഫുകളിലായിട്ട് പറയുന്നുണ്ട്. എന്താണ്? മുർത്തദ്ദായവൻ വീണ്ടും ഇസ്ലാമിലേക്ക് തിരിച്ചു വരണമെങ്കിൽ 2 ഷഹാദത്ത് കലിമ വ്യക്തമായി പറയലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങിയെന്ന് സമ്മതിച്ച് പറയുകയും വേണം. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. 2 ഷഹാദത്ത് കലിമ ഉച്ചരിക്കലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങിയെന്ന് സമ്മതിച്ച് പറയുകയും വേണം. 2ാമത്തെ ചോദ്യം ഗൈബ് എന്നാൽ എന്ത്? ഗൈബ് എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം പേജ് നമ്പർ 23 പാഠം 8 ഇൽമുൽ ഗൈബി എന്നുള്ളിടത്ത് ആദ്യം പറയുന്നത് തന്നെ അതാണ്. നേരത്തെ വേറൊരു ഉത്തരത്തിൻ്റെ കൂടെ ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തതിനാണ് ഗൈബ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത് എന്ന് എഴുതിച്ചാൽ മതി. ഇനി 3ാമത്തെ അവസാനത്തെ ചോദ്യം അദ്ദുആ എന്നാൽ എന്ത്? ദുആ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. അതിൻ്റെ ഉത്തരം കിട്ടാൻ വേണ്ടി പേജ് നമ്പർ 20 മറിച്ച് നോക്കൂ. പേജ് നമ്പർ 20 7ാമത്തെ പാഠം അദ്ദുആ. ആ പാഠത്തിൽ ആ പേജിൽ അവസാനം പറയുന്നത് അതാണ്. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥനയാണ് അദ്ദുആ, പ്രാർത്ഥന. അപ്പോൾ നമുക്കിങ്ങനെ ഉത്തരവെത്താം. ആരാധ്യനാണെന്ന വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന അല്ലെങ്കിൽ സഹായാർത്ഥനയാണ് എന്ന് എഴുതിയാലും മതി.
നമുക്ക് ഉത്തരങ്ങളൊന്നുകൂടി നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മുർത്തദ് മുസ്ലിമാവാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഉത്തരം 2 ഷഹാദത്ത് കലിമ ഉച്ചരിക്കലോടുകൂടി ഏത് കാര്യം കൊണ്ടാണോ അവൻ മുർത്തദ്ദായത് അതിൽ നിന്ന് മടങ്ങി എന്ന് സമ്മതിച്ചു പറയുകയും വേണം. രണ്ടാമത്തെ ചോദ്യം, ഗൈബ് എന്നാൽ എന്ത്? അതിൻ്റെ ആൻസർ സൃഷ്ടികൾ സാധാരണഗതിയിൽ അറിയാത്തത്. മൂന്നാമത്തെ ചോദ്യം, അദ്ദുആ എന്നാൽ എന്ത്? അതിൻ്റെ ഉത്തരം ആരാധ്യനാണെന്ന് വിശ്വാസത്തോടെ അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാ വിഷയങ്ങളുടെയും വീഡിയോകൾ ലഭിക്കാൻ വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കുക. വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ പഠനവും പരീക്ഷകളും അള്ളാഹു കബൂലാക്കട്ടെ. ഉന്നതമായ മാർക്ക് നൽകി അള്ളാഹു നല്ല വിജയം പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.